എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് മാത്രം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടി ഇന്ന് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. അതായത് നവംബർ 29-ാം തീയതി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് രാവിലെ 11 മണിക്ക് മുമ്പായിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് എത്തി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. 11 മണിക്ക് ശേഷം യാതൊരുവിധ കാരണവശാലും വിദ്യാർത്ഥികളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളത് പ്രത്യേകം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതായത് ഇവിടെ പ്രത്യേകം ആ ഒരു ഇൻസ്ട്രക്ഷൻസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് തന്നെ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് എത്തിയിട്ട് വേണം ഇതിൽ പങ്കെടുക്കാനായിട്ട്. പോകുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അടക്കാനുള്ള ഫീസ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ ഇതിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ എത്തണം. അപ്പോൾ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വിദ്യാർത്ഥികൾക്ക് ഇൻസ്ട്രക്ഷൻസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള, അതായത് നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഈ ഒരു LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും അതുപോലെ തന്നെ അടൂരും ആലപ്പുഴയിലും അതുപോലെ തന്നെ പാമ്പാടി, അതുപോലെ തന്നെ ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 13 ജില്ലകളിലായിട്ട്, അതായത് 13 സ്ഥലങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ ഒരു സെൻറ്റേഴ്സ് ഏത് സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയക്കാവുന്നതാണ്. അവർ അയക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ, അതുപോലെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻസിൻ്റെ കോപ്പി, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ NOC, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫീസ് അടക്കാനുള്ള ആ ഒരു തുക എന്നിവ നിങ്ങൾക്ക് നൽകിയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. പങ്കെടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുക. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഫീസ് എത്രയാണ് അടക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത് നോക്കാം. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിന് മുമ്പായി, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ മുൻപ് നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അത് മുൻപ് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളായിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 25,000 രൂപയായിരിക്കും അടക്കേണ്ടി വരിക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയും, SC ST OEC വിഭാഗം, അതുപോലെ ചിൽഡ്രൻസ് ഓഫ് ഫിഷർമെൻ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ എന്നീ വിഭാഗക്കാർ 1000 രൂപ മാത്രമാണ് അപ്പോൾ LBS സെൻറ്റർ മുഖേന ഓൺലൈനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ ആണെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നാലും അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഏകദേശം 81,000 രൂപ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ SC ST OEC, അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ എന്നിങ്ങനെ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് മെറിറ്റ് അല്ലാത്ത സീറ്റിലാണ് സെൽഫ് ഫിനാൻസിൽ കിട്ടുന്നതെങ്കിൽ ആ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത്, അതായത് ഏകദേശം 1,00,000 രൂപ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കും. ടോക്കൺ ഫീസ് അടക്കുകയും ചെയ്ത ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭ്യമാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ NOC സർട്ടിഫിക്കറ്റ്, അത് 29-ാം തീയതിയിലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കോളേജ് നൽകിയിട്ടുള്ള അനുമതിയായിട്ടുള്ള NOC സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം. ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ഹാജരാക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഹാജരാവാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നേരത്തെയുള്ള ആ ഒരു ഫോം നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത്. അതിൽ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ഒക്കെ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ I എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് ശ്രീ ഓർ ശ്രീ
ശ്രീമതി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്, വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ റാങ്ക് നമ്പർ എത്രയാണ് എന്നുള്ളത്, ആദ്യം എത്ര റാങ്കുകളാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും ഉണ്ടെങ്കിൽ അത് കൊമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇൻ സ്റ്റേറ്റ് മെറിറ്റ് കൊമ, അതിനുശേഷം നിങ്ങൾ ഏത് കാറ്റഗറി റാങ്കാണ് അതനുസരിച്ച് ആ ഒരു EZ ആണോ അല്ലെങ്കിൽ MU ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് SC ആണോ ST ആണോ ഏത് വിഭാഗത്തിലൊക്കെയാണ് ഉൾപ്പെടുന്നത് അതനുസരിച്ച് ആ ഒരു റാങ്ക് കൊമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓതറൈസ് ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് പകരമായിട്ട് അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാനുണ്ട്, അത് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ, പേര്, അഡ്രസ്സ് എന്നിവ എഴുതുക. അതിനുശേഷം താഴെ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോ ഈ ഒരു അറ്റസ്റ്റ് ചെയ്യുന്ന ഗസ്റ്റഡ് ഓഫീസറുടെ ആ ഒരു പേരും ഡെസിഗ്നേഷനുമാണ്. സാധാരണ അവിടെ സീലാണ് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഓഫീസിലും ഇവിടെ വെക്കാനായിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് വീണ്ടും ഒട്ടിക്കാനുണ്ട്. അവിടെ നിങ്ങൾ ആരാണോ പകരം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ, ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗത്ത് ഇടുക. അതുപോലെ തന്നെ പ്ലേസ് ആൻഡ് ഡേറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ വീണ്ടും ഇടുക. ഇത്ര മാത്രമാണ് ഈ ഒരു ഫോമിൽ ഉള്ളത്. അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേക്കൻസി ഫോർ ദ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ, അതായത് നവംബർ 30 വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. കാരണം BSc നഴ്സിംഗ് കോഴ്സിൽ അലോട്ട്മെൻറ്റ് നടത്താനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നൽകിയിട്ടുള്ള കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നവംബർ 30 അത് നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ഇതിൽ SM കാറ്റഗറിയിൽ ഒഴിവുള്ള സീറ്റിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലെ സീറ്റിലാണ് നിങ്ങൾക്ക് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്, അതായത് ഈ ഒരു MU ആണോ, EZ ആണോ, BH ആണോ, അല്ലെങ്കിൽ SC ആണോ, ST ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് LC ആണോ, അല്ലെങ്കിൽ DV ആണോ, MQ ആണോ. MQ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി കോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിഭാഗത്തിലാണ് റാങ്ക് ഉള്ളത്. അതുപോലെ NRI എന്ന് പറഞ്ഞാൽ NRI സീറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാൻ സാധ്യതയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ SM സീറ്റാണെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും അതിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ നേടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ പോയിട്ട് ഫീസും കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കാരണം ഈ ഒരു നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടണം. അതിനുശേഷം പിന്നീട് ഈ ഒരു അഡ്മിഷൻ നേടാനുള്ള സമയം നീട്ടി നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടാൻ പറ്റുമെങ്കിൽ മാത്രം പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ മാത്രമേ ഈ ഒരു ഡേറ്റ് നീട്ടാനൊക്കെ സാധ്യതയുള്ളൂ. കാരണം INC-യുടെ കട്ട് ഓഫ് ഡേറ്റ് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടച്ച ടോക്കൺ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അവിടെ എത്തി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.